ദ റെയിൻ ഓഫ് ടെറർ അല്ലെങ്കിൽ ഭീകരതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മാക്സിമിലിയൻ റോബസ്പിയറിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്തുകൊണ്ടാണ് ഭീകരതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് നമുക്ക് നോക്കാം. ജാക്കോബിൻ ക്ലബിൻ്റെ മെമ്പറായിട്ടുള്ള മാക്സിമിലിയൻ റോബസ്പിയർ നടപ്പിലാക്കിയിട്ടുള്ള ചില നടപടികളാണ് അല്ലെങ്കിൽ ചില പരിഷ്കാരങ്ങളാണ് ഈ ഒരു കാലഘട്ടം ഇങ്ങനെ അറിയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റുന്നത് എതിരാളികളെ വളരെ ക്രൂരമായിട്ടുള്ള നടപടികളായിരുന്നു എതിരാളികൾക്കെതിരെ ഈ ഒരു ഭരണകൂടം സ്വീകരിച്ചിരുന്നത്. ഇവൻ ആ ഒരു ജാക്കോബിൻ ക്ലബിൻ്റെ അംഗങ്ങളാണെങ്കിൽ പോലും ആരാണോ ഈ ഒരു ഭരണകൂടത്തെ എതിർക്കുന്നത് അത് ആര് ആണ് എന്ന് നോക്കാതെ അവരെ കൃത്യമായിട്ടും അവർക്ക് വളരെ വലിയ രീതിയിലുള്ള പണിഷ്മെൻ്റ് ആയിരുന്നു ആര് നൽകിയിരുന്നത്, ഈ മാക്സിമിലിയൻ റോബസ്പിയർ നൽകിയിരുന്നത് നമുക്ക് കാണാം. അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ ഭരണാധികാരികളെ ഗില്ലറ്റിനിരയാക്കിയ പ്രക്രിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ശത്രുക്കൾ തന്നെയാണ്. അപ്പോൾ അതേ നിലപാട് തന്നെയാണ് എതിർക്കുന്ന എല്ലാ ആളുകളോടും മാക്സിമിലിയൻ റോബസ്പിയർ മുമ്പോട്ട് വെച്ചിരുന്നത്. അതേസമയം തന്നെ ചില മറ്റ് പോസിറ്റീവായിട്ടുള്ള റീഫോംസും കാര്യങ്ങളൊക്കെ ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. എനിവേ എല്ലാവരും കൃത്യമായിട്ടും വിമർശിക്കുന്നത് കൃത്യമായിട്ടും ആ ഒരു ഭരണകൂടത്തിന് വരുന്ന പാളിച്ചകൾ തന്നെയാണ്. അത് തന്നെയാണ് ഈ ഒരു ഭരണകൂടത്തിൻ്റെ വീഴ്ച എന്ന് പറയുന്നതും. സ്വാഭാവികമായിട്ടും അവിടുത്തെ ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് പോലും ഈ ഒരു ഭരണകൂടത്തിന് ശക്തമായി എതിർക്കുകയും അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഈ ഒരു ഭരണകൂടം ഇല്ലാതാവുകയാണ്. അതിൻ്റെ മറ്റൊരു വശം നമുക്ക് നോക്കുകയാണെങ്കിൽ മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് പറയുന്ന പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ലീഡറെയും ഗില്ലറ്റിൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫ്രഞ്ചിലെ ആദ്യ ഭരണാധികാരികളെ ആ ഒരു പ്രോസസ്സിന് ഇരയാക്കിയിരുന്നു മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് പറഞ്ഞു. അതേ പ്രോസസ്സിന് തന്നെ അദ്ദേഹവും ഇരയാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഫ്രഞ്ച് സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഫ്രഞ്ചിൽ മറ്റൊരു ഭരണകൂടം നിലവിൽ വരുന്നത്. അതാണ് നമ്മുടെ ഡയറക്ടർ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഈ ഒരു ഭരണകൂടത്തിൽ 5ഓളം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. കാരണം നേരത്തെ നമുക്ക് മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് പറയുന്ന ഒരു പേഴ്സണിലായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭരണത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നതും അത് തന്നെയാണ്. അദ്ദേഹം ഏകാധിപതിയെ പോലെ പെരുമാറുകയും അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് പറയുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഭരണാധികാരികൾ വേണം എന്ന തീരുമാനത്തിൻ്റെ പുറത്താണ് ഈ ഡയറക്ടറി ഗവൺമെൻറ് ഫോം ചെയ്യുന്നതും അതിൽ 5 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇത് തന്നെയാണ് ഇവിടെ വരുന്ന പ്രശ്നവും. ഈ ഡയറക്ടറി എക്സിക്യൂട്ടീവിൽ അല്ലെങ്കിൽ ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ 5 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 മെമ്പേഴ്സിനും വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണകൂടത്തിനും വലിയൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ വലിയൊരു ലൈഫ് ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളിവിടെ കാണാൻ പറ്റുന്നത് മാക്സിമിലിയൻ റോബസ്പിയർ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറിയിരുന്നു. ഒരൊറ്റ ആളിൽ കേന്ദ്രീകരിച്ചിരുന്നു ഭരണമെങ്കിൽ ഇവിടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോഴും അത് പ്രശ്നമാണ്. അതായത് ഒരാളിൽ കേന്ദ്രീകരിക്കുമ്പോൾ അയാളുടെ ആശയങ്ങൾ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇവിടെ വ്യത്യസ്ത ആശയങ്ങൾ വന്നിട്ട് പോലും അത് ഫ്രഞ്ച് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള സംഘർഷങ്ങൾ ഭരണകൂടത്തിനകത്ത് നിലനിൽക്കുകയും അങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഡയറക്ടറി ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റും അവിടെ ഡിസ്പേഴ്സ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നു. ഈ ഒരു അവസരമാണ് കൃത്യമായിട്ടും നെപ്പോളിയൻ ബൊണപ്പാർട്ട് എന്ന് പറയുന്ന ഭരണാധികാരി മുതലെടുക്കുന്നതും അങ്ങനെ നെപ്പോളിയൻ ബൊണപ്പാർട്ട് എന്ന് പറയുന്ന ഭരണാധികാരി ഫ്രഞ്ച് ഭരണത്തിലേക്ക് വരുന്നതും. ഫ്രഞ്ചിലേക്ക് അല്ലെങ്കിൽ ഫ്രഞ്ചിൻ്റെ ഭരണകൂടത്തിലേക്ക് നെപ്പോളിയൻ വരുന്നതോടുകൂടി ഫ്രഞ്ച് വിപ്ലവം എന്ന ആശയം അവിടെ ഇല്ലാതാവുന്നുണ്ട്. കാരണം വീണ്ടും ഒരു ഏകാധിപതിയിലേക്ക് ഭരണം കേന്ദ്രീകരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ റോബസ്പിയർ ആണെങ്കിലും ഡയറക്ടറി ഗവൺമെൻറ് ആണെങ്കിലും ഒന്നും ഏകാധിപതികളല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ റോബസ്പിയർ ഒരു ഏകാധിപതിയെ പോലെ ബിഹേവ് ചെയ്തിരുന്നെങ്കിലും അതൊരു ഏകാധിപത്യ ഭരണകൂടം ആയിരുന്നില്ല. പക്ഷെ നെപ്പോളിയനിലേക്ക് എത്തുന്നതോടുകൂടി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകളും അസ്തമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നെപ്പോളിയൻ കൊണ്ടുവന്നിട്ടുള്ള ചില റീഫോംസ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രഞ്ച് സൊസൈറ്റിയിൽ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് നെപ്പോളിയൻ്റെ സിവിക് കോഡ് എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ നടപ്പിലാക്കിയിട്ടുള്ള റീഫോംസ് തന്നെയാണ്. 1804 നെപ്പോളിയൻ നടപ്പിലാക്കുന്ന ഈ ഒരു സിവിൽ കോഡ് നെപ്പോളിയനിക് സിവിൽ കോഡ് അല്ലെങ്കിൽ 1804 സിവിൽ കോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സിവിൽ കോഡിലൂടെ കുറേയധികം മാറ്റങ്ങൾ ഫ്രഞ്ച് സൊസൈറ്റിയിൽ നെപ്പോളിയൻ കൊണ്ടുവരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രഞ്ചിലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഫ്രാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ അവിടുത്തെ സാമ്പത്തിക ക്രമങ്ങൾക്കൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പബ്ലിക് ഡെപ്ത് എടുത്തു കളയുന്നു, പൊതുകടം എടുത്തു കളയുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്, നെപ്പോളിയൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതേസമയം തന്നെ ജനവിരുദ്ധമായിട്ടുള്ള ചില ആക്ടിവിറ്റീസും നെപ്പോളിയൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. എനിവേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഫ്രഞ്ച് ജനങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു ഫ്രഞ്ച് റവല്യൂഷനിലൂടെ അതിലെത്താൻ നെപ്പോളിയന് ഒരിക്കലും സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു ഏകാധിപതി തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എൻറ്റയർ യൂറോപ്പ് ആകെ ടെൻഷനിലാണ്. കാരണം നെപ്പോളിയൻ ശ്രമിച്ചിരുന്നത് ഫ്രഞ്ചിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. മറ്റ് പല നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിനൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഫ്രഞ്ചിൻ്റെ സൊസൈറ്റി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രഞ്ച് എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തെ എന്ത് ചെയ്യണം,
ആ ഒരു ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ മാക്സിമം യൂറോപ്യൻ റീജിയൻസിനെയും നെപ്പോളിയൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഫ്രഞ്ചിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക, ഫ്രാൻസിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നെപ്പോളിയൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും നെപ്പോളിയൻ്റെ ഓരോ ആക്ടിവിറ്റീസിനെയും കൃത്യമായി തന്നെ ഭയന്നിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മെറ്റേണിക്കിൻ്റെ വാക്കുകളൊക്കെ ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത് നെപ്പോളിയൻ്റെ ആക്ടിവിറ്റിയിലേക്ക് കൂടെ തന്നെയാണ്. അതായത് ഫ്രഞ്ച് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രഞ്ചിലെ ഓരോ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഫ്രഞ്ചിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളൊക്കെ ടെൻഷനോട് കൂടിയാണ് കാണുന്നത്. നെപ്പോളിയനെ ഞങ്ങളെ ആക്രമിക്കാൻ വരുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് ഇംഗ്ലണ്ട് മുമ്പിൽ നിന്നുകൊണ്ട് നെപ്പോളിയനെതിരായിട്ടുള്ള ഒരു യൂറോപ്യൻ സഖ്യം രൂപീകരിക്കുകയും നെപ്പോളിയനെ പരാജയപ്പെടുത്താം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 1815 നെപ്പോളിയനെതിരെയുള്ള ഒരു യുദ്ധം അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അങ്ങനെ ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തോടുകൂടി നെപ്പോളിയൻ ബൊണപ്പാർട്ട് എന്ന് പറയുന്ന ഏകാധിപതി അല്ലെങ്കിൽ ആ ഒരു ഭരണാധികാരിയുടെ അവസാനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതോടുകൂടി ഫ്രഞ്ച് വീണ്ടും എങ്ങോട്ടേക്ക് പോവുകയാണ്? ആ ഒരു ആദ്യത്തെ ഭരണകൂടത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്തിരുന്ന ആ ഒരു രാജാധിപത്യ വ്യവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മൊണാർക്കിക്കൽ ഗവൺമെൻറ്റിലേക്ക് ഫ്രഞ്ച് തിരികെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രെഡറിക് സൊറൂയോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് കൃത്യമായിട്ടും നാഷണൽ സ്റ്റേറ്റിൻ്റെ ഫോർമേഷനിൽ ഈ ഫ്രഞ്ച് റവല്യൂഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സംശയത്തോട് നോക്കിക്കാണുന്ന ഒരു കാര്യമായിരിക്കും. സ്വാഭാവികമായിട്ടും ഫ്രഞ്ചിൽ എപ്പോഴും എന്താ പറയുക, ഒരു നാഷണൽ സ്റ്റേറ്റ് ഫോം ചെയ്യപ്പെട്ടോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പല പല ഘട്ടങ്ങളായിട്ട് കടന്നു വരുമ്പോഴും അവസാനം അവിടെ എന്തുണ്ടാവുന്നില്ല, ഒരു നാഷണൽ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ലല്ലോ എന്ന് നമുക്ക് കൃത്യമായിട്ടും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രഞ്ചിലെ അതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിനെ എതിർക്കാൻ ഒരു വലിയ ജനവിഭാഗത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ലോകത്തിന് മുമ്പിൽ ഇത്രത്തോളം ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്നത്. ഫ്രെഡറിക് സൊറൂയോയുടെ പിക്ചറിൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ദ വിഷൻ ഓഫ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു പിക്ചറിലൂടെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫ്രഞ്ച് തന്നെയാണ് ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കാൻ യോഗ്യരെന്ന് ആ ഒരു പിക്ചറിലൂടെ അദ്ദേഹം വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രഞ്ച് തന്നെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് സ്വാതന്ത്ര്യം എന്താണ്, വിപ്ലവം എന്താണ്, ഞങ്ങളുടെ അവകാശങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ടും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഫ്രഞ്ച് റവല്യൂഷനിലൂടെ തന്നെയാണ്. മധ്യവർഗത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വരം ഉയർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ശബ്ദം ഉയർത്തിയിട്ടുള്ളതും ഫ്രഞ്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനെ. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഓൾ, ബൈ.